നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. കേരളത്തിൽ ഇടത് തരംഗം. ഇനിയുള്ള 5 വർഷം കേരളത്തിന്റെ അധികാരം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ. ജനവിധി വ്യക്തം, കൃത്യം. UDF-ന് പലയിടങ്ങളിലും അടിതെറ്റി. NDA-ക്ക് ഒരു അക്കൗണ്ട് തുറക്കാനുമായി. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടത് തരംഗം. 91 സീറ്റോടെ LDF അധികാരത്തിലേക്ക്. UDF-ന് 47 സീറ്റ്. തൃശൂരും കൊല്ലവും ചുവന്നു. തിരുവനന്തപുരത്തും കണ്ണൂരിലും പാലക്കാട്ടും ആലപ്പുഴയിലും വൻ മുന്നേറ്റം. യന്ത്രം പണിമുടക്കിയ വടക്കാഞ്ചേരിയിൽ വീണ്ടും വോട്ടെണ്ണിയപ്പോൾ ജയം UDF-ന്. അഴിമതിക്കാർക്കെതിരായ വിധിയെഴുത്തെന്ന് VS അച്യുതാനന്ദൻ. UDF ജീർണതയ്ക്കെതിരായ വിജയമെന്ന് പിണറായി വിജയൻ. അപ്രതീക്ഷിത തിരിച്ചടിയെന്ന് ഉമ്മൻചാണ്ടി. കോൺഗ്രസിനേറ്റ പ്രഹരമെന്ന് VM സുധീരൻ. മുഖ്യമന്ത്രിയെ വിവാദങ്ങളില്ലാതെ തിരഞ്ഞെടുക്കുമെന്ന് സീതാറാം യെച്ചൂരി. നാളെ CPM നേതൃയോഗങ്ങൾ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു. നേമത്ത് O രാജഗോപാലിന് 8671 വോട്ടിന് ജയം. മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ തോൽവി 89 വോട്ടിന്. 7 മണ്ഡലങ്ങളിൽ NDA 2ാം സ്ഥാനത്ത്. BJP വിജയിച്ച നേമത്ത് UDF നേടിയത് 13,000 വോട്ടുകൾ മാത്രം. തൃപ്പൂണിത്തുറയിൽ മന്ത്രി K ബാബുവിനെതിരെ M സ്വരാജിന് അട്ടിമറി ജയം. ബാബു അടക്കം 4 മന്ത്രിമാരും സ്പീക്കറും തോറ്റു. താനൂരും നിലമ്പൂരിലും ആറന്മുളയിലും കോതമംഗലത്തും മൂവാറ്റുപുഴയിലും LDF-ന് അട്ടിമറി ജയം. എറണാകുളം, മലപ്പുറം അടക്കമുള്ള UDF കോട്ടകളിലും വിള്ളൽ. LDF-ന്റെ 2 സിറ്റിംഗ് MLA-മാരും തോറ്റു. പൂഞ്ഞാറിൽ അജയനായി PC ജോർജ്. ഇടത് വലത് മുന്നണികളെ തറ പറ്റിച്ച് 27,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം. മത്സരിച്ച 4ഇടത്തും ജനാധിപത്യ കേരള കോൺഗ്രസ് തോറ്റു. RSPക്കും JDU-വിനും CMPക്കും സമ്പൂർണ്ണ പരാജയം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 3-2 ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ. CPM കോൺഗ്രസ് സഖ്യത്തിന് 71 സീറ്റ് മാത്രം. തമിഴ്നാട്ടിൽ AIDMK 20 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ. അസമിൽ BJP. കേരളം ഇടതിനൊപ്പം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടത് തരംഗം. 91 സീറ്റുകൾ നേടി LDF ഭരണം തിരിച്ചുപിടിച്ചു. K ബാബു ഉൾപ്പെടെ 4 മന്ത്രിമാർ തോറ്റു. RSP, JDU, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നിവ സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങി. O രാജഗോപാലിലൂടെ BJP സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. വോട്ടിംഗ് മെഷീൻ തകരാറായതിനെ തുടർന്ന് വീണ്ടും വോട്ടെണ്ണൽ നടന്ന വടക്കാഞ്ചേരിയിൽ UDF സ്ഥാനാർത്ഥി അനിൽ അക്കര 43 വോട്ടിന് വിജയിച്ചു. ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന ഉമ്മൻചാണ്ടിയുടെയും UDF-ന്റെയും അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നതായിരുന്നു സംസ്ഥാനത്ത് ആഞ്ഞടിച്ച ഭരണവിരുദ്ധ തരംഗം. 140-ൽ 91 സീറ്റുകൾ നേടി 3-2 ഭൂരിപക്ഷത്തോടെയാണ് സംസ്ഥാന ഭരണം LDF തിരിച്ചുപിടിച്ചത്. UDF-ന് നേടാനായത് 47 സീറ്റ് മാത്രം. 14 ജില്ലകളിൽ 11 LDF-നൊപ്പം നിന്നു. കൊല്ലം, തൃശൂർ ജില്ലകളിൽ UDF തൂത്തെറിയപ്പെട്ടു. പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലും LDF-ന് വ്യക്തമായ മേധാവിത്വം. മലപ്പുറം, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മാത്രമാണ് UDF-ന് പിടിച്ചു നിൽക്കാനായത്. UDF-ലെ 4 മന്ത്രിമാരും 20 MLA-മാരും തോറ്റത് സർക്കാരിനെതിരായ ജനവികാരത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. തൃപ്പൂണിത്തുറയിൽ K ബാബു M സ്വരാജിനോട് 4,500 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഷിബു ബേബി ജോൺ ചവറയിലും KP മോഹനൻ കൂത്തുപറമ്പിലും PK ജയലക്ഷ്മി മാനന്തവാടിയിലും തോറ്റു. സ്പീക്കർ N ശക്തൻ, ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി, ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയ പ്രമുഖർക്കും അടിതെറ്റി. കഴിഞ്ഞ തവണ 45 സീറ്റിൽ വിജയിച്ച CPM-ന്റെ പ്രാതിനിധ്യം ഇത്തവണ 58 ഉയർന്നു. 13 സീറ്റിന്റെ വർധന. 5 സ്വതന്ത്രരെ വിജയിപ്പിക്കാനും പാർട്ടിക്കായി. 6 സീറ്റുകൾ വർദ്ധിപ്പിച്ച CPI 19 സീറ്റോടെ 3ാമത്തെ വലിയ ഒറ്റക്കക്ഷിയായി. 39 സീറ്റുകളുണ്ടായിരുന്ന കോൺഗ്രസ് 22-ൽ ഒതുങ്ങി. മുസ്ലിം ലീഗിന് 18ഉം കേരള കോൺഗ്രസ് M-ന് 6 സീറ്റുകളും ലഭിച്ചു. ഇടത് തരംഗത്തിൽ UDF-ലെ JDU, RSP കക്ഷികളും സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങി.
LDF-ൽ ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിനും കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗത്തിനും ഒറ്റ സീറ്റ് പോലും ലഭിച്ചില്ല. നേമത്ത് ഇരുമുന്നണികളെയും ഞെട്ടിച്ചാണ് ഒ രാജഗോപാൽ ജയിച്ചു കയറിയത്. 7 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തെത്താനും BJP-ക്കായി. ഒറ്റയ്ക്ക് മത്സരിച്ച PC ജോർജ് പൂഞ്ഞാറിൽ നേടിയ വലിയ ഭൂരിപക്ഷവും തെരഞ്ഞെടുപ്പിലെ സവിശേഷതയായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ വൻ ഭൂരിപക്ഷം നേടിയപ്പോൾ പാലായിൽ KM മാണിയുടെ ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞു. കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫിനാണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം, 47,587. മീഡിയ 1 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയത് തിളക്കമാർന്ന വിജയം. 91 സീറ്റ് നേടി വ്യക്തമായ ആധിപത്യമാണ് LDF നേടിയത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നുവെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി തരുന്നത്. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട ഭരണം ഇത്തവണ വൻ വിജയത്തോടെ കൈപ്പിടിയിൽ. പ്രചാരണ സമയത്ത് തിരിച്ചറിയാതിരുന്ന ഇടത് തരംഗം വോട്ടെണ്ണിയപ്പോൾ പ്രകടം. ഇടത് കോട്ടകളിൽ മാത്രമല്ല UDF ശക്തി കേന്ദ്രങ്ങളിലും അത് പ്രതിഫലിച്ചു. കൊല്ലത്തെ 11-ൽ 11 ഇടതുമുന്നണി സ്വന്തമാക്കി. ഇവിടെ മുന്നണി വിട്ടുപോയ RSPയെ നിലം പരിശാക്കി അസംബ്ലിയിൽ അവരുടെ പ്രാതിനിധ്യം അവസാനിപ്പിച്ചത് മധുര പ്രതികാരമായി. തൃശൂരിലെ 13-ൽ നഷ്ടമായത് ഒരെണ്ണം മാത്രം. തിരുവനന്തപുരത്ത് 14-ൽ 9, പത്തനംതിട്ടയിൽ 5-ൽ 4, ആലപ്പുഴയിൽ 9-ൽ 8, പാലക്കാടിൽ 12-ൽ 9 സീറ്റുകളും ഇടതുമുന്നണിക്കൊപ്പം നിന്നു. കണ്ണൂരിൽ 8, കോഴിക്കോട് 9 സീറ്റുകൾ നേടിയ LDF വയനാട്ടിലും വ്യക്തമായ മേൽക്കൈ നേടി. ലീഗ് ശക്തി കേന്ദ്രങ്ങളായ കൊടുവള്ളി, താനൂർ, തിരുവമ്പാടി സീറ്റുകളും കോൺഗ്രസ് ശക്തി കേന്ദ്രമായ നിലമ്പൂരും പിടിച്ചെടുത്തത് ഇടതിന്റെ ശ്രദ്ധേയമായ വിജയങ്ങളാണ്. ഇടുക്കിയിൽ സീറ്റെണ്ണം വർദ്ധിപ്പിച്ചു. ചുരുക്കം ചില മണ്ഡലങ്ങളിലൊഴികെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇടതു സ്ഥാനാർത്ഥികൾ വിജയിച്ചതെന്നതും ശ്രദ്ധേയം. ഇത്തരമൊരു ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമായി രൂപപ്പെട്ടത് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ച രാഷ്ട്രീയ നയത്തിന്റെ വിജയമാണ്. UDF ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടും അഴിമതിക്കെതിരായിട്ടും വർഗീയതക്കെതിരായിട്ടും ജനങ്ങളുടെ ഭാഗത്തുണ്ടായ ശക്തമായ പ്രതികരണമാണ്. UDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് അവകാശവാദങ്ങൾ അഴിമതി ആരോപണങ്ങൾ കൊണ്ട് തകർക്കാനായതാണ് LDF-ന് തുണയായത്. അതോടൊപ്പം BJP ഭീഷണി ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ മതേതര വോട്ടുകൾ സമാഹരിച്ചതും ഇടത് വിജയത്തിൽ നിർണായകമായി. ഇടതുമുന്നണിക്ക് ഏറെ ആഹ്ലാദിക്കാനും അഭിമാനിക്കാനും വക നൽകുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ തിളക്കമാർന്ന വിജയം. സംസ്ഥാനത്തൊട്ടാകെ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരത്തിന് ചിറകിലേറിയാണ് ഇടതുമുന്നണി ഈ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയത്. ക്യാമറ പേഴ്സൺ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മുഹാജിർ, മീഡിയ 1 തിരുവനന്തപുരം. ഒട്ടനവധി രാഷ്ട്രീയ സവിശേഷതകൾ ഉൾച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ ഇന്നത്തെ ഈ ജനവിധിയെ വിശകലനം ചെയ്യുകയാണ് ഇനിയുള്ള 1 മണിക്കൂർ. എന്നോടൊപ്പം CPM പ്രതിനിധി ശ്രീ KT കുഞ്ഞിക്കണ്ണനുണ്ട്. ഒപ്പം തന്നെ ഫോർവേഡ് ബ്ലോക്കിന്റെ ശ്രീ G ദേവരാജൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഷ്റഫ് കടക്കൽ, ഒപ്പം തന്നെ മീഡിയ 1 കോർഡിനേറ്റിംഗ് എഡിറ്റർ ശ്രീ PTA നാസർ എന്നിവർ ഈ ചർച്ചയിൽ എന്നോടൊപ്പമുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, രാഷ്ട്രീയ നയത്തിന്റെ വിജയം എന്നാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇടത് തരംഗത്തിന് കാരണമായി കോടിയേരി ബാലകൃഷ്ണൻ ആദ്യമായി പ്രതികരിച്ചത്. എന്തൊക്കെ ഘടകങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ വിജയം സാധ്യമാക്കിയത്? ഇത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള, നമ്മൾ അനുഭവിച്ചിരുന്ന 5 വർഷത്തെ സ്വാഭാവിക ഭരണമാറ്റമായിട്ടാണോ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ വിലയിരുത്തുന്നത്? ഇടതുപക്ഷത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം രാഷ്ട്രീയ നയങ്ങളുടെ വിജയം തന്നെയാണ്. ഒന്ന്, തത്വാധിഷ്ഠിതമായി ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഘടനയ്ക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭീഷണിയെ ഇടതുപക്ഷമാണ് എതിർക്കുന്നത് എന്ന ബോധം ഉത്ബുദ്ധമായ മതനിരപേക്ഷ ബോധമുള്ള എല്ലാ വിഭാഗം ജനങ്ങളിലും, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ഈ സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് ഭീഷണിയുടെ ആദ്യ ഇരകളായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ സമൂഹങ്ങൾ, മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങൾ, ഇതിലെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിനിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ദേശീയ തലത്തിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് അപ്രാപ്തമാണ്. കോൺഗ്രസിന് സംഘടനാപരമായോ പ്രത്യയശാസ്ത്രപരമായിട്ടോ അതിനുള്ള ഇച്ഛാശക്തിയില്ല. അവർ ഞങ്ങൾ സംഘപരിവാറിനെതിരാണ് എന്ന് പറയുകയല്ലാതെ സംഘപരിവാറിൻ്റെ യഥാർത്ഥ ഭീഷണിയുള്ള ഒരിടത്തും അവർ കാണുന്നില്ല എന്നുള്ള പ്രശ്നം കേരള സമൂഹത്തിൽ വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സംഘപരിവാറിൻ്റെ ഫാസത്തെ പ്രതിരോധിക്കണമെന്ന് ചിന്തിക്കുന്ന മതനിരപേക്ഷവാദികളിലും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും സ്ത്രീകളിലും ന്യൂനപക്ഷങ്ങളിലും ദളിതരിലും എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ അവസ്ഥ ഉണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് ഇത്തവണ അധികമായി സാധിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ 2 തരം പ്രവണതകളുണ്ട്. ഒന്ന് ലീഗ് പ്രതിദാനം ചെയ്യുന്നതാണ്. സംഘപരിവാറിൻ്റെ ഫാസത്തെ മയപ്പെടുത്തി കാണുക. സംഘപരിവാറിൻ്റെ ഫാസത്തിനെതിരായിട്ടുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളെയും ഇതാ തീവ്രവാദത്തിലേക്ക് പോകുന്ന വഴിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക. UAPA തുടങ്ങി
ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരെ വേട്ടയാടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ UPA സർക്കാരാണ് തുടങ്ങി വെച്ചത് കേരളത്തിൽ, ഇന്ത്യയിൽ. ആ UPA സർക്കാരിൻ്റെ തുടർച്ചയിൽ അധികാരത്തിൽ വന്ന യഥാർത്ഥ ആൾക്കാർ, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന യഥാർത്ഥ ആൾക്കാർ അധികാരത്തിൽ വന്നപ്പോഴെന്താണ് നമ്മൾ രാജ്യത്തെമ്പാടും കാണുന്നത് എന്താണ്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇടതുപക്ഷമാണ് ഇക്കാര്യത്തിൽ തത്വാധിഷ്ഠിതമായ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് സംഘപരിവാർ ഉയർത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിയെ നേരിടണമെങ്കിൽ മതരാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിട്ട് കാര്യമില്ല, ലീഗിൽ ചേർന്നിട്ട് കാര്യമില്ല. മറിച്ച് എന്താണ്, മതനിരപേക്ഷ നിലപാടുള്ള പ്രസ്ഥാനങ്ങൾക്ക്, എല്ലാ വിഭാഗം ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്ന പ്രസ്ഥാനങ്ങൾക്ക്, അവർക്ക് മാത്രമാണ് സംഘപരിവാറിൻ്റെ ഈ ഫാസിസ്റ്റ് ഭീഷണിയെ പ്രതിരോധിക്കാൻ കഴിയുക. ഈ ഒരു മനോഭാവം കേരളത്തിലെ ഉത്ബുദ്ധരായിട്ടുള്ള എല്ലാ വിഭാഗ ആളുകൾക്കിടയിലുമുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുണ്ട്. റൈറ്റ്. ശ്രീ ജി ദേവരാജൻ, UDF സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ, BJPയുടെ വർഗീയതയ്ക്കെതിരെ എടുത്ത രാഷ്ട്രീയ നയങ്ങൾക്കുള്ള അംഗീകാരമാണ് കേരളത്തിലുണ്ടായ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഇടത് തരംഗം എന്നാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഈ വിജയത്തിന് അടിക്കുറിപ്പായി പറയുന്നത്. താങ്കളും അങ്ങനെ തന്നെ വിലയിരുത്തുമോ? ഞാൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഞാൻ ഫോർവേഡ് ബ്ലോക്കിൻ്റെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി. ഈ രണ്ട് വിഷയത്തെ രണ്ടായി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, നിശ്ചയമായിട്ടും ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരിയാണ്. ഈ സംഘപരിവാർ ശക്തികൾക്കെതിരായി കേരളത്തിൽ, ഇന്ത്യയിലെമ്പാടും എന്നുള്ളത് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ വളരെ പ്രകടനപരമായി തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, വിശേഷിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ CPM-ഉം CPM-ന്റെ വർഗ്ഗബഹുജന സംഘടനകളും വളരെ പ്രകടനപരമായി തന്നെ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അത് ബീഫ് നിരോധനമായാലും ശരി, ബീഫിൻ്റെ പേരിൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള പൊല്ലാപ്പുകളൊക്കെ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ ക്യാമ്പയിനാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൽ CPM-നും വർഗ്ഗബഹുജന സംഘടനകൾക്കും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്തരം ക്യാമ്പയിനുകളിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയായ കോൺഗ്രസിന് മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കുന്ന പോലുള്ള നിലപാട് ആ സംസ്ഥാനത്ത് കേരളത്തിൽ എടുക്കാനും കഴിയാതെ പോയി എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങൾ, വിശേഷിച്ചും അതിൽ മുസ്ലിം മതന്യൂനപക്ഷം സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ രക്ഷകനായി കാണുന്നത് CPM-നെയും അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണെന്നുള്ളൊരു തിരിച്ചറിവ് അത് ഈ വോട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. രണ്ടാമത്തെ വിഷയം അഴിമതി. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അഴിമതി. പക്ഷേ നമ്മൾ കേരളത്തിലെ ഈ വിജയം എടുത്ത് നോക്കുകയാണെങ്കിൽ, LDF-ന് കിട്ടിയിട്ടുള്ള വിജയം പരിശോധിച്ചാൽ, അഴിമതിയുടെ പേരിലാണ് പൂർണ്ണമായിട്ടും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് മൊത്തത്തിലൊരു കാറ്റുണ്ടായി എന്നുള്ളതിനപ്പുറത്ത് അഴിമതിയുടെ ആരോപണങ്ങൾ നേരിട്ട മന്ത്രിമാർ പലരും ജയിച്ചിരിക്കുകയാണ്. ശ്രീ K. ബാബു ഒഴികെ ശ്രീ KM മാണിയും അതുപോലെ അടൂർ പ്രകാശ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ജയിച്ചിരിക്കുന്നു. എന്നാൽ അതേസമയം അഴിമതിയുടെ ഒരു കറപോലും പുരണ്ടിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സംബന്ധിച്ച PK ജയലക്ഷ്മി തോൽക്കുകയും ചെയ്തിട്ടുണ്ട്, ഷിബു ബേബി ജോണും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം ആളുകളും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ ബാക്കി ഫലങ്ങളും കൂടി വെച്ചുകൊണ്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. മറ്റൊരുപാട് ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, സ്വാഭാവികമായിട്ടും 5 വർഷം കഴിയുമ്പോൾ ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാകണമെന്നുള്ളൊരു പൊതുബോധം കേരളത്തിലെ സാധാരണ വോട്ടർമാരുടെ ഇടയിലുണ്ട്. അത് എനിക്ക് പറയാൻ കഴിയുന്ന കുറേ നാളുകളായി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച കൂടിയാണ്. അത് LDF-ന് അല്പമൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്. ഈ ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം കിട്ടുന്ന ജി ദേവരാജൻ, താങ്കളിലേക്ക് തിരിച്ചു ശ്രീ PT നാസർ, ഇതിനു മുൻപ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അവലോകനം ചെയ്യുന്ന സമാന സ്വഭാവമുള്ളൊരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞു കേരളത്തിൽ ഉള്ളതൊരു ഭീതിയുടെ തരംഗമാണ്, ആ ഭീതിയുടെ തരംഗത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ ജനവിധി ഉണ്ടാവുക എന്ന്. ആ ഭീതിയുടെ തരംഗം പ്രവർത്തിച്ചതാണോ കേരളത്തിലെ ഇടത് തരംഗത്തിന് വഴിവെച്ചത്? അതല്ല, ശ്രീ ജി ദേവരാജൻ പറഞ്ഞതുപോലെ മാറി മാറി സർക്കാരുകൾ വരിക എന്ന കേരളത്തിന്റെ പൊതുബോധം ഇവിടെ പ്രവർത്തിച്ചു. പിന്നെ അഴിമതി ആരോപണ വിധേയനായ K. ബാബു തോറ്റു. പക്ഷേ അഴിമതി ആരോപണ വിധേയനായ KM മാണി അദ്ദേഹത്തിന് ലീഡ് കുറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അഴിമതി എന്ന വിഷയത്തിനോട് ജനങ്ങളുടെ പ്രതികരണമാണോ ഈ ജനവിധി? അഴിമതി എന്ന വിഷയത്തോടുള്ള ഒരു എതിർ പ്രതികരണമാണ് എന്ന് തീർച്ചും പറയാനാവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും കാണാമായിരുന്നു. എന്നാൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട മുഴുവൻ അഴിമതി പ്രശ്നങ്ങളും ഒരുപക്ഷേ ഇതേക്കാൾ കൂടുതൽ രൂക്ഷമായി ഉയർത്തിക്കൊണ്ടുവരികയും ഉന്നയിക്കപ്പെടുകയും ചെയ്തൊരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഈ അഴിമതിയുടെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് അതിനെ പിന്തുണക്കുകയും അവരത് വിജയിക്കുകയാണ് ചെയ്തത്. അത് ഒരു കാര്യമായിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന ഒരു പേടി ഈ NDA-യുടെ, പ്രത്യേകിച്ച് BJP തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ട് BJP അവരുടെ പുതിയ
കേരളത്തിൽ അവർ പരീക്ഷിക്കാൻ പോകുന്ന പുതിയ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി അവർ ഉയർത്തിക്കൊണ്ടുവന്ന കുമ്മനം രാജശേഖരൻ എന്ന പ്രസിഡന്റിനെ മുന്നിൽ നിർത്തി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഇവിടെ അവർ വന്ന് നടത്തിയ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി BJP കേരള രാഷ്ട്രീയത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ അവരുടെ ആദ്യമായി ഉയർത്തിയിരുന്ന അവർ എന്തോ ഒരു കാരണവശാൽ അവർ പുറത്തെടുക്കാതെ പോയ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്ന അവർ പറഞ്ഞിരുന്ന അവരുടെ ഒരു പ്ലാൻ എ അനുസരിച്ചാണെങ്കിൽ അവരുടെ ആദ്യ പ്രചരണം അവർ ഉദ്ദേശിച്ചിരുന്നത് 71 സീറ്റിലധികം നേടും എന്നൊക്കെയുള്ള ഒരു പ്രചരണമായിരുന്നു. അത് തന്നെയായിരുന്നു കുമ്മനം പറഞ്ഞിരുന്നത്. ഈ സാധനം ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭീതി, അതൊരു പക്ഷേ നമ്മൾ വിലയിരുത്തിയപ്പോൾ ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ KT കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള ആളുകൾ സംസാരിച്ച് വന്നപ്പോൾ പോലും നമ്മളത് പറഞ്ഞ രീതിയിൽ അതിനെ നേരിട്ടത് ന്യൂനപക്ഷങ്ങൾ മാത്രമോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടിൻ്റെ കൺസോൾട്ടേഷനാണോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഒരു ഭീതി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്ന് അവരെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ വസ്തുത എന്നെനിക്ക് തോന്നുന്നു. അതിനെ നമ്മൾ കുറച്ച് കാലമായിട്ട് ഈ മതജാതി സംഘടനകളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരു പരിധിവരെ നമ്മൾ മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളെ ജാതി തിരിച്ച് മതം തിരിച്ച് ആ മതത്തിൻ്റെ കൺസോൾട്ടേഷനാണ്, ന്യൂനപക്ഷത്തിൻ്റെ കൺസോൾട്ടേഷനാണ് എന്ന് പറയാറുണ്ട്. അതല്ല ശരിക്കും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചത്. വളരെ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴുണ്ടായത് അങ്ങനെ ഒരു ഭീതി അവിടെ മുന്നിൽ വന്നു നിൽക്കെ മതേതര വോട്ടുകളുടെ ഏകീകരണമാണ്, മതേതര വോട്ടുകൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുക LDFനാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പിന്തുണച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. BJPയുടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, NDAക്ക് ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ആയിട്ടുണ്ട് തിരുവനന്തപുരത്തെ നേമത്ത്. ഇതായിരുന്നു മാത്രമായിരുന്നോ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു വിജയം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെന്താണ് കാരണം? ഏത് തരത്തിലാണ് NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ളത്? പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് ജനവിധി കിട്ടിയെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നേട്ടം തന്നെയാണുള്ളത്. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? പേക്കാനി ഞാൻ മത്സരിക്കുന്ന ഗ്രാമത്തിൽ, എൻ്റെ ചെങ്ങന്നൂരിലെ എൻ്റെ ജന്മഗ്രാമത്തിൽ വന്നു. അവിടെ ന്യൂനപക്ഷങ്ങളൊക്കെ എനിക്ക് വോട്ട് ചെയ്യണം. ക്രിസ്ത്യൻ വിഭാഗത്തിൽ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. അവിടെ വന്നിട്ട് എന്താ പറഞ്ഞാൽ അസംബ്ലിയിലേക്ക് ഒരു RSSകാരൻ BJPക്കാരനെ കടത്തി വിട്ടിരുന്നു. ഈ നെഗറ്റീവ് അപ്രോച്ച് ഇന്നിപ്പോൾ BJPക്ക് എതിരാണ്ട് എല്ലാവരും കൈയടിക്കും. പക്ഷേ ഇതാണോ ജനാധിപത്യം? ഇതാണോ പറയേണ്ടത്? ഒരു ദേശീയ നേതാവ്. അപ്പോൾ ആ തരത്തിൽ ഞാൻ ആന്റണി ഏറ്റവും നല്ലൊരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് ഞാൻ കരുതുന്ന ആളാണ്. അപ്പോൾ അതുപോലെ വരുമ്പോൾ ഇപ്പം നേരത്തെ നാസർ പറഞ്ഞല്ലോ, ഫിയർ സൃഷ്ടിച്ചുകൊണ്ട്, ഭയാശങ്ക ന്യൂനപക്ഷങ്ങളുടെ മനസ്സ് സൃഷ്ടിച്ചുകൊണ്ട് ആ രാഷ്ട്രീയമാണോ കേരളത്തിന് ആവശ്യമായിട്ടുള്ളത്? ഇത് നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ എല്ലാവരും വലിയ ആഹ്ലാദത്തിൽ പറയുന്നു ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുങ്ങി ഒരു സ്റ്റേറ്റിലായിട്ട് ചുരുങ്ങിയിരിക്കുകയല്ലേ. ബംഗാളിലെ ഒരു പ്രതിപക്ഷമാകാൻ പോലും സാധിക്കാതെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം കോൺഗ്രസിൻ്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെ പൊരുതുക എന്നുള്ളതാണ്. 1957 കേരളത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ എന്താണോ AK ഗോപാലനൊക്കെ അന്ന് എഴുതി വെച്ചത്? കാരണം കോൺഗ്രസിൻ്റെ ജനവിരുദ്ധക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നെഹ്റു കെ നമ്പൂതിരിപ്പാട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ ഞാനിപ്പം ഓർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ കോൺഗ്രസ് അത്യന്തം ദുർബലമാകുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ എവിടെ ഉണ്ട്? കേരളത്തിൽ കോൺഗ്രസിനെ നിരാകരിച്ചു, ബംഗാൾ നിരാകരിച്ചു, പിന്നെ ആസാം ഞങ്ങൾ അധികാരത്തിൽ വന്നു. അപ്പോൾ മൊത്തം ഇതിന് എത്ര നാൾ കേരളത്തിൽ മാറി നിൽക്കാൻ സാധിക്കും? കേരളത്തിൽ മാറി നിൽക്കാനുള്ള ശ്രമത്തിൽ കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങനെ നിഷേധാത്മകമായ ഒരു സമീപനം കൊണ്ട് മാറി നിൽക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഞാൻ ഒരു കുറ്റപ്പെടുത്താനോ അങ്ങനെ നിലപാടെടുക്കരുതെന്നല്ല, ആ നിലപാട് എത്രമാത്രം കേരളത്തിന് ഗുണകരമാണെന്ന് ഇന്നല്ലേ നാളെ ചിന്തിക്കേണ്ടി വരും. കേരളത്തിൽ അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചിരുന്ന അവസരത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ 7 എഞ്ചിനീയറിംഗ് കോളേജും 2 മെഡിക്കൽ കോളേജും കിട്ടിയത്. ഇതൊന്നും ആർക്കും മറക്കാൻ സാധിക്കുക. അതൊന്നും വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതുമല്ല, എല്ലാ ജനങ്ങൾക്കും ചെയ്യണമെന്നുള്ളതാണ്. ഇതിൽ ഈ നിഷേധാത്മകമായ സമീപനം ദോഷം ചെയ്യും. പിന്നെ BJPയെ തടയാൻ സാധിക്കുമോ? ഇപ്പോൾ അസംബ്ലി കടക്കത്തില്ലാന്ന് എല്ലാവരും പറഞ്ഞില്ലേ. 5 ദേശീയ നേതാക്കന്മാർ, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ, AK ആന്റണിയെപ്പോലുള്ള ആൾക്കാർ, അച്യുതാനന്ദനെപ്പോലുള്ള ആൾക്കാർ പിന്നെ കടത്തില്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ കടന്നില്ലേ? ഇപ്പോൾ കേരള നിയമസഭയിൽ കടന്നില്ലേ? ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പോൾ ഞാൻ ചെങ്ങന്നൂർ മത്സരിച്ചു. കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയ 4% വോട്ടാണ്. ഇന്ന് ഞങ്ങൾക്ക് 30% വോട്ട് കിട്ടിയിരിക്കുന്നു. 42% വോട്ടാണ് CPMന് കഴിഞ്ഞ സുജാത എന്ന അവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 35 കുറഞ്ഞു.
52% വോട്ടാണ് സിറ്റിംഗ് എമ്മിലെ പിന്നെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 31 കുറഞ്ഞു. ആർക്കാ നേട്ടം? നിങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ചെങ്ങന്നൂരിൻ്റെ കാര്യം ഒരു ചാനലും പറയുന്നില്ല. 43,000 വോട്ട് എനിക്ക് കിട്ടിയ അവസരത്തിൽ 30% വോട്ട് എനിക്ക് അവിടെ കിട്ടി. 4% നിന്നാണ് 30%. വർധനമാണോ അല്ലയോ? അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചാൽ ശരി, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അല്ല, ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ NDAക്ക് ഇത്തവണ വർധനം ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അത്തരം കണക്കുകളെ മറച്ചു വെച്ച് നമുക്കൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യവുമില്ല. എത്രമാത്രം വോട്ട് ഷെയർ ഇത്തവണ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കുകളും നമുക്ക് പരിശോധിക്കണം. എന്നോടൊപ്പം ഈ ചർച്ചയിൽ തുടരും CPM-ലെ ശ്രീ KT കുഞ്ഞിക്കണ്ണനൊപ്പം തന്നെ ശ്രീ MB ഗോവിന്ദനും ഈ ചർച്ചയുടെ ഭാഗമായുണ്ട്. BJP-യുടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, രാഷ്ട്രീയ നിരീക്ഷകൻ അഷ്റഫ് കടക്കൽ, ഫോർവേഡ് ബ്ലോക്കിന്റെ ശ്രീ G ദേവരാജനൊപ്പം തന്നെ മീഡിയ വൺ കോർഡിനേറ്റിംഗ് എഡിറ്റർ PT നാസർ എന്നിവരും ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടാകും. NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ അവരുടെ വോട്ട് ഷെയറിൽ അവർക്ക് അതിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർക്ക് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ വിശകലനവുമായി SA അജീംസ് കണക്കുകളുമായി ചേരും. ഈ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ആ ടോപ്പിക്കിലേക്ക് കടക്കും.